ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗായ്സ്, കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പം 96 അത്രയും ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. 3% കൂട്ടിയ അത്രയും പേര് മാത്രമേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മാത്സ് എക്സാം എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാമാണ്. ഒരു ഇത്തിരി ടഫൊക്കെ ഉണ്ടെങ്കിലും ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരിയേ ഉള്ളൂ. ബാക്കി നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ഇച്ചിരിയുടെ സമയം കിട്ടിയിരുന്നത് നല്ലതായിരുന്നു. ഒരു എന്താ പറയുക, കുറച്ചുകൂടെ സമയം വേണമായിരുന്നു. എന്നാൽ അത്യാവശ്യം നല്ലൊരു എക്സാം ആയേനെ. പക്ഷേ എനിക്ക് ഒരു 6 മാർക്കിൻ്റെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റാതെ വന്നു. അപ്പം ഈ ഒന്നിൻ്റെ ഉത്തരം എന്താ നിങ്ങൾ എഴുതിയെന്ന് പറയണേ. ഞാൻ ഡി ആണ് എഴുതിയത്. പിന്നെ എനിക്കിത് ബൈജക്റ്റീവ് അല്ലെന്നാണ് കേട്ടോ കിട്ടിയത്. ഇത് കിട്ടി വന്നപ്പോഴത്തേക്കും നീ കുറേ സ്റ്റെപ്പ് എഴുതുന്ന സമയം കളയേണ്ടി വന്നു. 1 മാർക്കിൻ്റെ ആയിട്ട് അത്ര എഴുതേണ്ടി വന്നു. എനിക്ക് 1001 I എന്നാണുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് എക്സും വൈയും 3 ആണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇത് ഞാൻ പഠിച്ചിട്ടാണ്, പക്ഷേ മറന്നു പോയതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഇത് എഴുതിയേക്കുന്ന എക്സ് ക്യൂബ് എന്നാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ -∞ 2 ആണ് ഡിക്രീസിങ്, to ആണ് ഇൻക്രീസിങ് എന്നാണ് എഴുതി വെച്ചേക്കണേ. പിന്നെ ഇതിനെനിക്ക് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും എനിക്ക് തെറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓപ്ഷണലായിട്ട് എഴുതിയ സമയം കിട്ടിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് മാത്രം എഴുതി വെച്ചു. sin x ആണ്. പിന്നെ ഇത് എഴുതിയേക്കണ π/2 90 എന്നാണ് കേട്ടോ എഴുതി വെച്ചേക്കണേ. അറിയത്തില്ല. പിന്നെ ഇത് യൂണിറ്റ് വെക്ടർ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ പി ഇത് ഇൻറ്റു ഇത് ഏതിൻ്റെ ഏതായിരുന്നു P(b) ഇൻറ്റു ഇത് ചെയ്തു. പിന്നെ P(a) given b എന്ന് പറഞ്ഞാൽ P(a) ഇത് ഡിവൈഡ് ബൈ P(b) ആയിരുന്നു ഇതിൻ്റെ ഉത്തരം. പിന്നെ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. P(a).P(b) ആണ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഇത് ഞാൻ ഇക്വാലൻസ് ആണെന്നാണ് എഴുതി വെച്ചേക്കണേ. ഇത് 2n എന്നുള്ള രീതിയിലാണ് ഇത് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. കറക്റ്റാണ് അറിയത്തില്ല, ഞാനിങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കണേ. പിന്നെ ഇത് രണ്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ പിന്നെ എനിക്ക് ഇത് ചെയ്യാനുള്ള 0 ആണെന്ന് കണ്ടുപിടിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാനിത് എഴുതിയിട്ട് =0 എന്നാണ് എഴുതി വെച്ചിരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ കൊടുത്തേക്കണോണ്ട് അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാനത് എഴുതിയിട്ടില്ല. ഇത് ഞാൻ പിന്നെ തട്ടിക്കൂട്ടി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമല്ല, ഏതായാലും എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അത്യാവശ്യം നോക്കിയിട്ടാണ്, പക്ഷേ അവസാനം ചെറുതായിട്ട് തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ മോഡൽ എനിക്കറിയാമായിരുന്നു, പക്ഷേ എനിക്ക് എഴുതാൻ സമയമില്ല. ഇത് സ്കിപ്പ് അടിച്ചായിരുന്നു. ഇത് എഴുതാനും വിചാരിച്ച് വെച്ചേക്കായിരുന്നു. ജസ്റ്റ് സ്റ്റാർട്ടാക്കി തന്നെ സ്കിപ്പാക്കണം, കാരണം കറക്റ്റ് ബെല്ലടിച്ചു, ടീച്ചർ പേപ്പർ എടുത്തുകൊണ്ട് പോയി. സോ അത് പിന്നെ ഇത് ഞാൻ എഴുതി വെച്ചേക്കണം ½ A × B എന്നുള്ള രീതിയിലാണ് ഇത് എഴുതി വെച്ചേക്കണം. ഇതെനിക്ക് ഫുൾ എഴുതാൻ പറ്റിയ സമയം ഉണ്ടായിരുന്നില്ല. ഇത് എഴുതിയേക്കണം 3 എന്നാണ് എഴുതിയേക്കണം. പിന്നെ എക്സ്ട്രാ എഴുതാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല, ഉള്ളത് തന്നെ എഴുതാൻ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സ്ട്രാ ഞാൻ പിന്നെ അത് മാത്രം ഞാൻ നേരത്തെ കാണിച്ച ഒരെണ്ണം മാത്രം ഞാൻ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഫസ്റ്റത്തെ ഇതെനിക്കറിയാവുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം e⁻x sin x d പ്ലസ് sin x അത്രയും കണ്ടാണ് e⁻x sin x + c എന്നാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഇത് ഞാൻ മറ്റേ dy/dt / dx/dt ആ ഒരു രീതിയിലാണിത്. d²y/dx² കണ്ടുപിടിച്ചത്. പിന്നെ dy/dx മറ്റേ nx raised to n - 1 എന്നുള്ള രീതിയിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി ഞാൻ ആ ഒരു രീതി തന്നെയാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതൊന്നും തെറ്റാണെന്ന് എനിക്കറിയാൻ മേല. പിന്നെ ഇതെന്താണ്, ഇതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് LPP എഴുതാനായിരുന്നു കേട്ടോ കുറേ നേരം വേണ്ടത്, മീൻസ് എടുത്തത്. കാരണം ഞാൻ ആ ഗ്രാഫ് വരയ്ക്കും തൂത്ത് കളയും, അങ്ങനെ 3 വട്ടം വരച്ച് തൂത്ത് കളഞ്ഞു. അങ്ങനെ ഞാൻ കുറേ സമയം കളഞ്ഞു. ആ സമയം കുറച്ചും കൂടി എനിക്ക് മറ്റു സ്ഥലങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം എന്താ പറയുക എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നേനെ. മാർക്ക് പിന്നെ പോട്ടെ, മാർക്ക് കുറയും, പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നേനെ. ഇത് രണ്ടും അറിയാം, പക്ഷേ ഇതെനിക്കറിയാൻ പറ്റില്ല. പക്ഷേ 4 മാർക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് അടിച്ചു. എഴുതണമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഓപ്ഷനായിട്ട് ഇത് രണ്ടും വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചവർക്ക് എന്താ പറയുക ഒരു അത്യാവശ്യം മാർക്ക് വാങ്ങാം. ഇത്തിരി ടഫൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.